Hi friends, again I'm back with the activities of walk along. Walk along എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ആക്ടിവിറ്റി 1, let's recall and recreate. നോക്കാം. First one, the poem Walk Alone encourages us to follow our own path in life even when hindered by challenges and uncertainty. അല്ലെ, നമ്മുടെ ലൈഫില് ചലഞ്ചുകളും അസ്ഥിരതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ലൈഫിൽ നമ്മുടെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ, ഈ ഒരു പ്രോബ്ലംസ് നിങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എൻകറേജ് ചെയ്യുന്നുണ്ട്? ഈ പോം നമുക്കൊരു എൻകറേജ്മെന്റ് തരുന്നുണ്ട്. ആൻഡ് ഹിസ് തോട്ട് റിഫേഴ്സ് ത്രൂ ഔട്ട് ദ പോം ഡിസ്കസ്. അല്ലെ, ഈ ഒരു തോട്ടാണ് ഈ ഒരു പോമിലൂടെ കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെ, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പോം വാക്ക് അലോൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ എൻകറേജസ് ദ റീഡേഴ്സ് ടു ഫോളോ ദെയർ ഓൺ പാത്ത് ഇൻ ലൈഫ് ഡിസ്പൈറ്റ് ദ ഒബ്സ്റ്റാക്കിൾസ് ആൻഡ് അൺസർട്ടനിറ്റി. അല്ലെ, ഈ ഒരു പോമില് എന്താണ് എൻകറേജ് ചെയ്യുന്ന റീഡേഴ്സിന്? ടു ഫോളോ ദെയർ ഓൺ പാത്ത്. ലൈഫിൽ നിങ്ങളുടെ വഴികളെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലേ, നിങ്ങൾ തെരഞ്ഞെടുത്ത വഴി നിങ്ങൾ എന്ത് ചെയ്യാം? മുന്നോട്ട് തന്നെ പോവുക. ഡിസ്പൈറ്റ് എല്ലാം എന്ത് അവോയ്ഡ് ചെയ്തുകൊണ്ട്, എന്തിനെ മറികടന്നുകൊണ്ട്, എന്തിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകണം? ഒബ്സ്റ്റാക്കിൾസ് ആൻഡ് അൺസർട്ടനിറ്റി. ഈ പറഞ്ഞ അൺസർട്ടനിറ്റി, അസ്ഥിരാവസ്ഥയും നമ്മൾ ഫേസ് ചെയ്യുന്ന പെട്ടെന്ന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെയും ഒബ്സ്റ്റാക്കിൾസ് തടസ്സങ്ങളെല്ലാം ഡിസ്പൈറ്റ് ചെയ്തുകൊണ്ട് അല്ലെ എന്ത് ചെയ്യാ? മുന്നോട്ട് പോവുക. ഇറ്റ് എംഫസൈസ്, ഇത് ഊന്നൽ നൽകി പറയുന്നുണ്ട്, സെൽഫ് റിയലൈസ്, ഒരു സ്വയം ശ്രമം സ്വയശ്രമം. അല്ലെ, എന്താ സ്വയം ശ്രമം എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്വയം ശ്രമിക്കുക, നമ്മളെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് സ്വയം ശ്രമിക്കുക. അതിനാണ് ഈ സെൽഫ് റിയലൻസ് എന്ന് പറയുന്നത് കേട്ടോ. സ്വയം ഹാർഡ് വർക്ക് ചെയ്ത് സ്വയം ശ്രമിക്കുക എന്നുള്ളത് കേട്ടോ. റെസിലിയൻസ് പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഒരു പ്രതിരോധ ശേഷി. അല്ലെ, നമ്മൾ തിരിച്ച് വീണ്ടും അതിലോട്ട് തന്നെ എത്താനുള്ള ഒരു മൈൻഡ്. ആൻഡ് ഫെയ്ത്ത് ഇൻ വൺസ് ജേണി, അതുപോലെ വിശ്വാസം, നമ്മുടെ യാത്രയിലുള്ള നമ്മുടെ വിശ്വാസം. ഇത്രയുമൊക്കെയാണ് ഊന്നൽ നൽകി പറയുന്നത്. Tagore begins by acknowledging that others may not respond or support your endeavor. അല്ലെ, അദ്ദേഹം പറയുന്നുണ്ട്, എന്ത് വലിയ മൈൻഡ് കൊടുക്കാതെ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്ക് റെസ്പോണ്ട് തരുന്നില്ല, മറ്റുള്ളവർ നിങ്ങളുടെ വിളികൾ കേൾക്കുന്നില്ല, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ എൻജോയർ, നിങ്ങളുടെ വിജയങ്ങളിൽ, നിങ്ങളുടെ ശ്രമങ്ങളിൽ, നിങ്ങളുടെ പരിശ്രമങ്ങൾ, എൻജോയർ മീൻസ് എന്താ? നിങ്ങളുടെ കഠിനാധ്വാനം, പരിശ്രമം, നിങ്ങളുടെ ശ്രമങ്ങൾ, നിങ്ങളുടെ വിജയങ്ങളിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നില്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ നിങ്ങൾക്ക്, നിങ്ങളുടെ ശ്രമത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ടോ റെസ്പോണ്ടോ തരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാം? ഉഷാറാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പോയിറ്റ് അഡ്വൈസ് യു ടു ഗോ യുവർ വേ അലോൺ. എന്താണ് പോയിറ്റ് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ തനിയെ മുന്നോട്ട് പോവുക. ഈവൻ ഇഫ് നോ വൺ ലിസൺ ടു യുവർ കോൾ, ആരും നിങ്ങളുടെ വിളികൾ കേൾക്കാനില്ലെങ്കിലും. ദ പോം ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫോളോയിങ് വൺസ് ഓൺ കൺവിക്ഷൻസ്. എന്താണ്? and beliefs regardless of the external social pressure. അല്ലെ, എക്സ്റ്റേണൽ നമുക്ക് പുറത്ത് ഉണ്ടാവുന്ന സോഷ്യൽ സാമൂഹികമായിട്ടുള്ള പ്രഷറുകളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ച് നിങ്ങളുടേതായിട്ടുള്ള കൺവിക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മുടേതായിട്ടുള്ള ന്യായങ്ങളും വിധികളും ശിക്ഷകളും എന്നൊക്കെ പറയില്ലേ. ഓക്കെ, നമ്മുടേതായിട്ടുള്ള മൈൻഡിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള റൂൾസുകളും നമ്മുടെ സ്വന്തമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ബാക്കി എക്സ്റ്റേണൽ സോഷ്യൽ പ്രഷർ ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ എപ്പോഴും ഈ ചാപ്റ്റർ പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എഴുതാൻ കിട്ടേണ്ട ഒരു കാര്യമുണ്ട്. ദ പോയിന്റ് അഡ്വൈസസ് യു ടു ഗോ യുവർ വേ അലോൺ. നിങ്ങൾ തനിയെ, ഇവിടെ മുതൽ യു ടു ഗോ യുവർ വേ അലോൺ, നിങ്ങൾ നിങ്ങളുടെ വഴിയെ തനിയെ മുന്നോട്ട് പോകുക. ഈവൻ ഈഫ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈവൻ ഈഫ് നോ വൺ ലിസൺ ടു യുവർ, ആരും നിങ്ങളുടെ വിളികൾ കേൾക്കാനില്ലെങ്കിലും. ഈ കോൾഡ് ഇവിടെ സ്പീക്കോ എന്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ പറയുന്നതോ നിങ്ങളെ വിളിക്കാനോ നിങ്ങൾ പറയുന്നതോ കേൾക്കാൻ ആരും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തനിയെ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ഈ വേർഡ് ഉണ്ടല്ലോ മക്കളെ, ഇത് നിങ്ങൾ ഒന്ന് കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ദ പോയിറ്റ് അഡ്വൈസസ് യു ടു ഗോ യുവർ വേ അലോൺ. തനിയെ നിങ്ങൾ പോകണം. എപ്പോ? ഈവൻ ഇഫ് നോ വൺ ലിസൺ ടു യുവർ കോൾ, നിങ്ങളുടെ വിളികൾ ആരും കേൾക്കാനില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ധൈര്യമായിട്ട് തനിയെ മുന്നോട്ട് പോകണമെന്നാണ് ടാഗോർ പറയുന്ന ഒരു വലിയ തീം കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഈ
ഈ സെൽഫ് റിലയൻസ്, ഞാൻ പറഞ്ഞ പോലെ ഫെയ്ത്ത്, അതുപോലെ ഒബ്സ്റ്റാക്കിൾസ്, ഹിൻഡ്രൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും സ്ഥിരോത്സാഹം, ഇങ്ങനെയുള്ള സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഇതൊക്കെ പറയുന്നുണ്ട്. അതിന്റെ പുറമെ ലൈനിൽ പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ഇതാണ്, യു ടു ഗോ യുവർ വെൽ ആൻഡ് ഇഫ് നോ വൺ ലിസൺ ടു യുവർ കോൾ എന്നുള്ളത്. ഓക്കെ, then activity 2, Tagore persuaded the readers to face the challenges in life following their heart's wisdom. അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വിസ്ഡം ഉണ്ട് അല്ലെ, അതിനെ ഫോളോ ചെയ്ത് നിങ്ങൾ ലൈഫിൽ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. വാട്ട് മൈറ്റ് ഹാവ് പ്രോംപ്റ്റഡ് ദ പോയറ്റ് കമ്പോസ് ദിസ് ലൈൻ ഡിസ്കസ്. ഇങ്ങനെയൊക്കെ പറയുന്ന പോയറ്റ് നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള വരികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താണെന്ന ചോദ്യം നോക്കാം. ടാഗോർസ് ഫിലോസഫി, ടാഗോറിന്റെ ഒരു ചിന്ത അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു തത്വശാസ്ത്രം, അദ്ദേഹത്തിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഓൺ റിസിലിയൻസ് ഈസ് ഷേപ്ഡ് ഫ്രം ഹിസ് ഓൺ എക്സ്പീരിയൻസ് ലൈഫ്. അല്ലെ, എങ്ങനെയാണ് മക്കളെ റിസിലിയൻസ്, നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ ലൈഫിലും എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്താൽ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ അവസ്ഥയിലോട്ട് എത്താനുള്ള കഴിവിനെയാണല്ലോ നമ്മൾ റിസിലിയൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ നമുക്ക് ഉണ്ടാകുന്നത്? നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ തന്നെ അല്ലെ, അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഷേപ്ഡ് ഫ്രം ഹിസ് ഓൺ എക്സ്പീരിയൻസ് ലൈഫ്. നമ്മുടെ സ്വന്തം ആരാന്റെ നോക്കിയിട്ട് നമുക്ക്, അവരുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റെസിലിയൻസ് ഒന്നും വന്നോളന്നില്ല. അതിൽ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ നമുക്ക് അങ്ങോട്ട് കത്തിച്ചൊലിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വരണം, നമ്മൾ ഫേസ് ചെയ്യണം. നമ്മൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ, നമ്മൾ തനിയെ നിൽക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് തനിയെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ റിസിലിയൻസ് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ഹിസ് ലൈഫ് വാസ് റിമാർക്ക്ഡ് ബൈ ലോസ് ആൻഡ് ഹാർഡ്ഷിപ്പ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ എങ്ങനെ തന്നെയായിരുന്നു? ഓക്കെ, അദ്ദേഹത്തിന്റെ ലൈഫ് എന്നുള്ള ഒരു എക്സ്പീരിയൻസും കൂടിയാണല്ലോ ഈ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിലും ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ഹാർഡ്ഷിപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഹി ലോസ്റ്റ് ഹിസ് മദർ അറ്റ് എ യങ് ഏജ്. അദ്ദേഹത്തിന് വളരെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിന് അമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഹിസ് ഫാദേഴ്സ് ആബ്സെൻസ് ലെഫ്റ്റ് ഹിസ് ഫീലിംഗ് ഐസൊലേറ്റഡ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫാദറും കൂടെ മരിച്ചു പോയപ്പോൾ അദ്ദേഹം ശരിക്കും ഒരു ഏകാന്തത ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന് ഇത്രത്തോളം ഈ ഒരു മനസ്സിന്റെ ശക്തിയൊക്കെ അദ്ദേഹത്തിന് ഇത്രത്തോളം പോമില് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. Then India's struggle for independence and also influenced. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ സ്ട്രഗിൾസ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾസ്, അതും അദ്ദേഹത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പോരാട്ടങ്ങളും നമ്മൾ ആളുകൾ മുന്നോട്ട് പോരാടുന്നതും സ്വയം ആ മുള്ളു നിറഞ്ഞ ജേണിയൊക്കെ ലൈഫിൽ ആദ്യം ഒരുപാട് പോരാടി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഈ ലൈഫ് ജേണിയിൽ വരുന്നതിനാണ് ഈ ഫ്രീഡം സ്ട്രഗിളും, അതും അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ പോം എഴുതാൻ. ടാഗോർ വിറ്റ്നസ് ദ ടെർമോയിൽ. എന്താ ടെർമോണിയൽ എന്ന് പറഞ്ഞാൽ? ടെർമോണിയൽ മീൻസ് എന്താ വെച്ചാൽ ഈ സ്ട്രഗിൾസ്, നമ്മുടെ കലാപങ്ങൾ, വിലാപങ്ങൾ എന്നൊക്കെ പറയില്ലേ, ഒരു വിലാപം, കലാപം, യുദ്ധം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ലൈഫിൽ അനുഭവിക്കുന്ന സ്ട്രഗിൾസും കലാപങ്ങൾ, അതിനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതിനൊക്കെ ടാഗോർ സാക്ഷിയായിട്ടുണ്ട്, വിറ്റ്നസ് ആയിട്ടുണ്ട്. അൺസർട്ടി ഓഫ് ദി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾസ് അല്ലെ, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾസ് ഉണ്ടായിട്ടുള്ള അസ്ഥിരാവസ്ഥയും ഇതെല്ലാം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആ കലാപവും എല്ലാത്തിനും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സാക്ഷിയായിട്ടുണ്ട്. He urged people to stand firm. അദ്ദേഹം ആളുകളോട് ആവശ്യപ്പെടുന്നുണ്ട് സ്റ്റാൻഡ് ഫേം, ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈവൻ വെൻ ഫേസ്ഡ് വിത്ത് അഡ്വേഴ്സിറ്റി അല്ലെ, പ്രതികൂലമായിട്ടുള്ള, ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിൽ പോലും ലൈഫിനെ ഫേസ് ചെയ്തിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ക്ലിയർ? Then Tagore sought to inspire Indians to break from കൊളോണിയൽ മെന്റാലിറ്റി ആൻഡ് ഫോർജ് ദെയർ ഓൺ പാത്ത് അല്ലെ. അതും ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മുടെ കൊളോണിയൽ മെന്റാലിറ്റി ആണ് ഈ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഇതിൽ നിന്നും അദ്ദേഹം അവരോട് ഈ ഒരു ഇതിലൂടെ ആളുകളോട്, ഇന്ത്യൻസിലെ ആളുകളോട് ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് അവരുടെ കൊളോണിയൽ മെന്റാലിറ്റിയിൽ നിന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടെയാണ് കേട്ടോ. ആൻഡ് ഫോർജ് ദെയർ ഓൺ പാത്ത്, നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ. മോർ ഓവർ ഹി വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്ത്യൻ ഫിലോസഫി, പർട്ടിക്കുലർലി ഉപനിഷത്ത് തോട്ട്സ് അല്ലെ, അതും വളരെ ഇമ്പോർട്ടൻസ്. അതിനെല്ലാം ഉപരി അദ്ദേഹത്തെ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിന്റെ തത്വശാസ്ത്രം, അത് അദ്ദേഹത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എക്സ്പെഷ്യലി ഉപനിഷത്തുകളൊക്കെ ഒരുപാട് വായിച്ച് അദ്ദേഹം ഒരു ആത്മീയ ഗുരു തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് തോട്ടുകളൊക്കെ, ആത്മീയമായിട്ടുള്ള തോട്ടുകളൊക്കെ അദ്ദേഹം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വിച്ച് എംഫസൈസ് സെൽഫ് അവയർനെസ് അല്ലെ, ഒരു സ്വയം അവബോധം ആൻഡ് ഇന്നർ ഗൈഡൻസ്, നമ്മൾ ഉള്ളിൽ നിന്നുള്ള ഗൈഡൻസ്, ഇതൊക്കെ ഈ ഒരു
ആ ഒരു ഉപനിഷത്തായിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള വിശ്വാസം കിട്ടിയതാണ്. ദ പാർട്ടീഷ്യൻസ് ഓഫ് ദ കൺട്രി ആൻഡ് ദ വേൾഡ് വാർ ആർ ദ കീ ഇവന്റ്സ് ഓഫ് പ്രോംപ്റ്റ് ടാഗോർ ടു റൈറ്റ് ദ വോക്ക് അലോൺ. അല്ലെ, അന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ആ യുദ്ധം, ഒന്നാം ലോകമായത്, അങ്ങനെ സ്വാതന്ത്ര്യ സമരങ്ങള്, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ ഈ ഒരു പോം എഴുതാൻ വേണ്ടിയിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. Then activity 3. Imagery helps to capture the essence of the poem through the sensory experience. അല്ലെ, ശരിയാ അല്ലെ. ഈ പോമിനെ വേറെ ലെവലിലോട്ട് കൊണ്ടുപോയത് അദ്ദേഹം യൂസ് ചെയ്ത പോയറ്റിക് ഇമേജുകളാണ് അല്ലെ. ടാഗോർ ഹാസ് യൂസ്ഡ് മൾട്ടിപ്പിൾ ഇമേജസ് ടു ഡെപിക്ട് ദ ജേർണി ഓഫ് ദ ലൈഫ് വിത്ത് ഹിസ് ഹാർഡ്സ് ആൻഡ് ചാലഞ്ചസ്. അല്ലെ, ഈ ചാലഞ്ചസും പ്രോബ്ലംസും ഒബ്സ്റ്റാക്കിൾസും ഒക്കെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം വേറെ ലെവൽ, ഒന്നോ രണ്ടോ ഒന്നല്ല ഇമാജിനറി, എല്ലാ ടൈപ്സ് ഇമാജിനറി അദ്ദേഹം ഇങ്ങനെ വാരി വിതറിയിട്ടുണ്ട് ഈ കവിതയിലൂടെ അല്ലെ. പിക്ക് ഔട്ട് ദ സെൻസറി എക്സ്പീരിയൻസ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എടുത്തെഴുതാം. ഇതിവിടെ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മുടെ പോയറ്റിക് ഡിവൈസസിലുണ്ട് ഓഡിറ്ററി ഇമേജസും വിഷ്വൽ ഇമേജസും ടാക്ടിൽ ഇമേജസും, അതൊക്കെ ഇതിലോട്ട് എടുത്തെഴുതണം കേട്ടോ. നോക്കാം. മെനി വിവിഡ് ഇമേജസ് ആർ ഫൗണ്ട് ഇൻ ദ പോം വോക്കലോൺ. അല്ലെ, ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ഇമേജസുകൾ തന്നെ നമുക്ക് വോക്കലോണിൽ കാണാൻ സാധിക്കും. ദേ റീഇൻഫോഴ്സ് ദ തീംസ് ഓഫ് ദ, ഈ പോംസ് ഒക്കെ എന്ത് നമുക്ക് സ്ട്രോങ് ആക്കിയിട്ട് തരുന്നുണ്ട്, തീംസ് ഓഫ് ദ സെൽഫ് റിയലൻസ്. അല്ലെ, ഒരു സ്വയം ശ്രമം അല്ലെ, സ്വയം പരിശ്രമം, റിസലിയൻസ്, പ്രതിരോധശേഷി ആൻഡ് ഇന്നർ ഗൈഡൻസ്. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഗൈഡൻസ് തരാം. ഇതെല്ലാം ഈ ഒരു പോയറ്റിക് ഡിവൈസസിലൂടെ, ഐ മീൻ ഇമാജിനറി പോയറ്റിക് ഡിവൈസസിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. Walk alone reminds us that life journey is unique to each individual. അല്ലെ, നമ്മുടെ ലൈഫിലെ ജേണി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും എന്താണ്, യുണീക്ക് ആയിരിക്കും. ഓരോരുത്തരുടെയും ജേണി ഡിഫറെന്റ് തന്നെയായിരിക്കും അല്ലെ. The poems, themes and imaginary resonate deeply, inviting readers to embark their own introspective walks. അല്ലെ, നമ്മുടെ ഉള്ളിലോട്ട് തന്നെയുള്ള ഒരു യാത്ര, നമ്മളിലേക്കുള്ള ഒരു യാത്ര അല്ലെ. ഓരോരുത്തരുടെയും ഉള്ളില് ഓരോ പോയറ്റ്സിനെയും, ഓരോ നമ്മളിത് വായിക്കുന്ന ഓരോ റീഡേഴ്സിനെയും പോയിട്ട് വിളിക്കുകയാണ്. എന്തിനാണ് വിളിക്കുന്നത്, നമ്മളിലേക്കുള്ള ഒരു യാത്ര ചെയ്യാൻ വേണ്ടി, നമ്മളിലോട്ട് തന്നെയുള്ള ആഴത്തിലേറിയിട്ടുള്ള നമ്മളിലോട്ട് തന്നെയുള്ള ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്മളിലോട്ട് തന്നെയുള്ള ആഴത്തിലേറിയ ഒരു നടത്തത്തിന് വേണ്ടിയിട്ട് പോയിട്ട് ഈ ഒരു കവിതയിലൂടെ ഈ ഇമേജുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ദ ഇമേജ് ഓഫ് ദ ഡാർക്ക് റോഡ് സിംബിളൈസസ് അൺസർട്ടി ആംബിഗ്യൂറ്റി. അല്ലെ, ഡാർക്ക് റോഡ് സിംബിളൈസ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഇനിയുണ്ട് ഡാർക്ക്നെസ് റെപ്രസെന്റ് അൺനോൺ ചാലഞ്ചസ് ആൻഡ് അൺക്ലിയർ പാസ്. അല്ലെ, നമുക്കറിയാത്ത, നമ്മൾ ഒട്ടും ഫേസ് ചെയ്യാത്ത, ഒട്ടും ക്ലിയർ അല്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത വഴികളും ചാലഞ്ചുകളൊക്കെ ഡാർക്ക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ റെപ്രസെന്റ് ഇന്നർ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ഹോപ്പ് ആൻഡ് ഡിസ്പെയർ. അല്ലെ, പ്രതീക്ഷകളുടെയും നിരാശകളുടെയും ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്, അതും ഡാർക്ക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ടു അതർ എക്സാമ്പിൾ ഓഫ് ദ വിഷ്വൽ ഇമേജിനറി ഫൗണ്ട് ഇൻ ദ പോം ആർ ക്രഷ് ദ തോൺസ് ഓൺ ദ പാത്ത് വിത്ത് യുവർ ബ്ലീഡിംഗ് ഫീറ്റ്. അല്ലെ, നിങ്ങളുടെ ബ്ലീഡിംഗ് ഫീറ്റ് കൊണ്ട് മുള്ളുകൾ ഇങ്ങനെ ചവിട്ടി മെതിച്ച് പോകാൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വിഷ്വൽ ഇമേജിനാവാൻ. ദെൻ walk ahead alone. അല്ലെ, തനിയെ മുന്നോട്ട് പോവുക. They remained as for the embracing sacrifice. ഇതൊക്കെ നമുക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതിയില്ലെങ്കിലും അത് ഇമാജിനറികൾ എടുത്ത് എഴുതാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. The words dark, stormy and rainy night, ഇതൊക്കെ ഇമാജിനുകളാലേ, ഇരുട്ടും കൊടുങ്കാറ്റും മഴയും ഇടിമിന്നലൊക്കെ നമുക്ക് ലഭിക്കുന്ന ഇമാജിനുകളാണ്. ഇതൊക്കെ എന്താ നമുക്ക് തരുന്നത്, സൗണ്ട്സ്കേപ്പ്, എൻഗേജ് ഇൻ ദ ലിസണേഴ്സ് ഇമാജിനേഷൻ. നമ്മളെ വേറെ ലെവലിലോട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സൗണ്ട്സ്കേപ്പും അതേപോലെ നമുക്ക് വേറെ ലെവലിലോട്ട് ഇമാജിനേഷൻ ഒക്കെ ചിന്തയൊക്കെ നമുക്ക് ഇങ്ങനെ തരും. ദ റംബ്ലിംഗ് സൗണ്ട് ഓഫ് ദ തണ്ടർ. അല്ലെ, ആ ഇടിയുടെ ആ ഒരു ശബ്ദം. ആൻഡ് ദ ഹൗളിംഗ് ഓഫ് ദ വിൻഡ്, വിൻഡിന്റെ ആ ഒരു ചൂളം വിളി. ദ സജസ്റ്റ് ടെർമോയിൽ ആൻഡ് ദ കയോസ്. ഇത് രണ്ടും എന്താണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന കലാപങ്ങളും സ്ട്രഗിൾസും ഒക്കെ അല്ലേ മനുഷ്യനെ ഫേസ് ചെയ്യുന്ന, അതൊക്കെയാണ് കാണിക്കുന്നത്. വേരിയസ് കൈൻഡ്സ് ഓഫ് ഇമാജിനറി ക്യാപ്ചേഴ്സ് ദ എസൻസ് ഓഫ് ദ പോം ത്രൂ ദ സെൻസറി എക്സ്പീരിയൻസ്. അല്ലെ, ത്രൂകളും ഇതിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇതിലുപയോഗിക്കുന്ന ഇമേജിനറികൾ നമ്മൾ വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പോയറ്റിക് ഡിവൈസസ് പഠിച്ചെടുത്തുള്ള നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇമേജിനറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറിലോട് എടുത്ത് ചെയ്ത കേട്ടോ. ദെൻ ആക്ടിവിറ്റി 4, പോയറ്റിക് ഡിവൈസസ് എൻഹാൻസ് ദ മീനിങ് ആൻഡ് ബ്യൂട്ടി ഓഫ് ദ പോം. എന്താണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഈ പോമിനെ വേറെ ലെവലിലോട്ട് ഉയർത്തി കൊണ്ടുപോകുന്നുണ്ട് മക്കളെ, ഇതിന്റെ മനോഹരമാക്കുന്നുണ്ട് കേട്ടോ. ടാഗോർ ഹാസ് യൂസ്ഡ് എ നമ്പർ ഓഫ് പോയറ്റിക് ഡിവൈസസ്. ഒരുപാട് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ
അതിന്റെ ഒരു തിമാറ്റിക് അല്ലെ, അതിന്റെ ഒരു തീം ലഭിക്കുന്ന രീതിയിലോട്ടാണ് ഈ ചില ലൈൻസ് ഒക്കെ കിട്ടുന്നത്. അതിന്റെ തീമിന്റെ ആയത്തിലോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. ചിലതൊക്കെ നമുക്കൊരു മ്യൂസിക്കൽ റിതം തരും, കാരണം അദ്ദേഹം ഒരു മ്യൂസീഷ്യൻസ് കൂടെയാണല്ലോ അല്ലെ. അപ്പൊ അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത രീതിക്ക് അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ നമുക്ക് ചൊല്ലാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടാഗോറിന്റെ കവിതകൾക്ക് നമ്മൾ റെസിറ്റേഷൻ ടൈമിലൊക്കെ ടാഗോറിന്റെ കവിത ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം, അതിന് നല്ലൊരു മ്യൂസിക്കൽ റിതം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ആ ഒരു ടോണിലാണ് കവിത എഴുതുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ മനോഹരമാക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഡിവൈസ് ഉണ്ട്, എക്സാമ്പിൾ ഉണ്ട്, അതിന്റെ പർപ്പസ്, അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്താന്നുള്ളതുണ്ട്. ഓക്കെ, നോക്കാം. അലിട്രേഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അലിട്രേഷൻ ഇതൊന്നല്ല, നമ്മൾ ഇഷ്ടംപോലെ എക്സാമ്പിൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ ജോയിൻ, ജേണി എന്ന് പറയുമ്പോൾ അലിട്രേഷൻ കാണുന്നില്ല ഇവിടെ, നിങ്ങൾ ജെ കാണുന്നുണ്ടാവും അല്ലെ. ഇവിടെ ജെ കാണുന്നുണ്ട്. അതുപോലെ മെനി എന്ന് പറയുന്നത്, ഫ്ലെയിം എന്ന് പറയുന്നത്, ഇതെല്ലാം നമുക്ക് കാണുന്നുണ്ട്. എഫ് ഇത് നമുക്ക് എന്താ തരുന്നത്? ഒരു മ്യൂസിക്കൽ എഫക്റ്റ് ആണ് തരുന്നത്. എന്താണ്? ഒരു മ്യൂസിക്കൽ എഫക്റ്റ് അല്ലെ. ഇതൊരു നമ്മൾ ഈ ഒരു പറഞ്ഞ ഒരേ ടോൺ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു മ്യൂസിക്കൽ എഫക്റ്റ് ലഭിക്കും. അടുത്ത അലഫോറ ഉണ്ടല്ലോ, നമ്മൾ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്ന ഒരു വേർഡ് ഉണ്ട് ഇതില്, ഹോ മൈ ഹാപ്പിനെസ് വൺ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യും? മ്യൂസിക്കൽ, അതുപോലെ തെമാറ്റിക്കലും അല്ലെ, അതിന്റെ ഒരു തെമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു മീനിങ്ങിലോട്ടും വരുന്നുണ്ട് കേട്ടോ. ദെൻ സിംബോളിസം യൂസ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് റോഡ്, തോൺസ്, ലൈറ്റനിങ് വേറെ ഉണ്ട് കേട്ടോ സിംബോളിസം. അത് നമുക്കൊരു തെമാറ്റിക്, അതിന്റെ തീമിലോട്ട് തന്നെയാണ് പോകുന്നത്. വിഷ്വൽ ഇമേജസ് ഉണ്ട്, തോൺസ് ഒരു പാത്ത്, അതും തെമാറ്റിക്കിലോട്ട് തന്നെയാണ് പോകുന്നത്. അസോണൻസ് ഉണ്ട്, ജോയിൻസ് ഓൺ ഫയർ, അതൊക്കെ മ്യൂസിക്കൽ ആയിരിക്കും. അസറൻസും അതേപോലെ റിപ്പീറ്റേഷനും അനഫോറയും അലിട്രേഷനും അസോണൻസും ആണ് നമുക്ക് മ്യൂസിക് തരുന്നത്. അത് ഓർത്ത് വെച്ചോണം, കാരണം ഈ റിപ്പീറ്റ് ചെയ്ത് വേർഡ്സുകൾ വരുമ്പോൾ നമുക്ക് ആ ഒരു മ്യൂസിക്കൽ എഫക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോ അലിട്രേഷൻ, അലഫോറ, റിപ്പീറ്റേഷൻ, അസോണൻസ്, ഇത്രയാണ് നമുക്ക് മ്യൂസിക്കൽ എഫക്റ്റ്. ബാക്കി എല്ലാം തെമാറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ വിഷ്വൽ ഇമേജ്, അതിന് മെറ്റാഫർ, തോൺസ്, അത് മെറ്റാഫർ യൂസ് ചെയ്യുന്ന, തോൺസ് മുള്ളുകൾ യൂസ് ചെയ്യുന്ന തെമാറ്റിക്കലാണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പം ഇതല്ലാതെ നിങ്ങൾ വരികയാണെങ്കിൽ എന്തെന്നെയാണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പോലെ അലിട്രേഷനും അലിട്രേഷൻ, അസോണൻസ്, അലഫോറ, റിപ്പീറ്റേഷൻ, ഇത്രയും നമുക്ക് മ്യൂസിക്കൽ എഫക്റ്റ് തരും. ഓക്കെ, ബാക്കി എന്തോ ആവട്ടെ, സിമിലിയോ മെറ്റാഫറോ വിഷ്വൽ ഇമേജിനോ ടാക്ടൽ ഇമേജിനോ, ബാക്കി എന്ത് ഇമേജിനറി വരികയാണെങ്കിലും നിങ്ങൾ തെമാറ്റിക് ചെയ്ത് തരണം കേട്ടോ. ക്ലിയർ? ദെൻ ആക്ടിവിറ്റി 5. The poem Walk Alone beautifully conveys the powerful resilience and independence. അല്ലെ, റെസിലിയൻസ് ഒക്കെ കേട്ട് മതിയായില്ല മക്കളെ. അപ്പൊ എന്താണ് ഈ റെസിലിയൻസിന്റെയും ഇൻഡിപെൻഡൻസിന്റെയും ഒക്കെ ഒരു പവർഫുൾ മെസ്സേജ് തന്നെയാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ട് ആര്? നമ്മുടെ വാക്ക് അലോൺ അല്ലെ. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ആൻഡ് അനാലിസിസ് റൈറ്റ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ദ പോം. അല്ലെ മക്കളെ, ഇത് നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു അല്ലെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്രീസിയേഷൻ ഓഫ് ദ പോം എടുത്തപ്പോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫോം ഫോക്കസിങ് ഓൺ ഇറ്റ്സ് ഓൺ തീം ആൻഡ് പോയറ്റിക് ഡിവൈസസ്. അതിന്റെ തീമും അതിന്റെ റൈറ്ററേയും അതിന്റെ തീമും പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്ത് ഒരു പോയറ്റിക് അപ്രീസിയേഷൻ എഴുതാൻ, ആ പോമിന്റെ അപ്രീസിയേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ചാപ്റ്റർ എടുത്തപ്പോൾ ഇത് കഴിഞ്ഞു അല്ലെ. ചാപ്റ്റർ നിങ്ങൾ ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ കേട്ടോ. ചാപ്റ്ററിന്റെ ക്ലാസ്സിൽ പോയറ്റിക് ഡിവൈസിന് ശേഷം നമ്മൾ പോയറ്റിക് പോമിന്റെ അപ്രീസിയേഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പോം ഓൾറെഡി ക്ലാസ്സിൽ കേട്ടാണെന്ന് വിചാരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറോ ആക്ടിവിറ്റിയോ വന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മിസ്സാവും? ആ പോം എടുത്തതിൽ തന്നെയാണ് ഞാൻ അപ്രീസിയേഷനും എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അപ്രീസിയേഷൻ അതിൽ കിട്ടും. ആ സെയിം അപ്രീസിയേഷൻ അല്ല ഇത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് പോമിന്റെ കൂടെ എടുത്തുള്ള അപ്രീസിയേഷൻ ആണ്. അത് കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ പോം എടുത്ത ഉടനെ തന്നെ അത് എടുത്തോണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ അത് പെട്ടെന്ന് കത്തും. ഓക്കെ, അപ്പൊ അതും തമ്മിലുള്ള വ്യത്യാസം വെച്ചതിലോട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും എൻ്റെ ഡിഫറെന്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഏത് അപ്രീസിയേഷനാണ് വേണ്ടത് വെച്ചാൽ എടുക്കാം. നിങ്ങൾക്ക് ഈ അപ്രീസിയേഷൻ ആണ് ഇതെന്താ വെച്ചാൽ ഇത് എടുക്കാം. അതല്ല പോമിന് ശേഷം എടുത്ത അപ്രീസിയേഷൻ ആണെങ്കിൽ അത് എടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. Walk Alone by Rabindranath Tagore is a thought-provoking poem. അല്ലെ, ചിന്ത ഉണർത്തുന്ന ഒരു പോം തന്നെയാണ് അല്ലെ. നമ്മളെ ഉള്ളിനെ ചിന്തയെ ഉണർത്തുന്ന ഒരു പോമാണ്, കവിതയാണ് ഇത്. That explore the theme of the self discovery, സ്വയം കണ്ടെത്തുക, ഇൻഡിപെൻഡൻസ് അല്ലെ, ഒരു ഫ്രീഡം, റെസിലിയൻസ് അല്ലെ, ഇതൊക്കെയാണ് അദ്ദേഹം ഇതിന്റെ തീമായിട്ട് എടുത്തിട്ടുള്ളത്. The word walk in the poem symbolizes life journey, emphasizes the importance of self-directed movement. അല്ലെ, വോക്കലോണിലെ
വാക്ക് എന്ന് പറയുന്നത് സിംബലൈസ് അല്ലേ, നടന്നു പോവുക. എന്ത് നടന്നു പോകുന്നു, എവിടേക്ക് നടന്നു പോകുന്നു, നമ്മുടെ ലൈഫ് ജേണി, യാത്ര, ജീവിതം എന്ന് പറയുന്ന യാത്രയാണ് ഇവിടെ വാക്ക് ചെയ്യുന്നത്. ആൻഡ് സിംബലൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഡയറക്റ്റ്. നമ്മളെ സ്വയം ഇങ്ങനെ ആരും അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് പോയിക്കോ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ചെയ്യില്ല. നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ ഡയറക്ഷൻസും വഴികളൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, ആ ഒരു ജേണിയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, the feeling of the isolation represented by the word alone. അല്ലെ, നമ്മള് ഐസൊലേഷൻ, ഏകാന്തത അല്ലെ, നമ്മുടെ ഏകാന്തത അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ് വരണല്ലോ അല്ലെ, തനിയെ, അതിനതേ യൂസ് ചെയ്തിട്ടുള്ള വേർഡാണ് ഈ ഒരു ഇതില് അലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹൈലൈറ്റ്സ് ദ നീഡ് ഓഫ് ദ സോളിറ്റ്യൂഡ് ഫൈൻഡിങ് വൺസ് ട്രൂത്ത് പാത്ത്. അല്ലെ, നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ, ഒരു ഏകാന്തതയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു വഴിയിലെ ഒരു നേർ വഴി അദ്ദേഹത്തിന് കാണണം അല്ലെ. ഈ തനിയുള്ള ഈ ഒരു ഏകാന്തതയൊക്കെ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് കാണിക്കുന്ന യാത്രയിൽ ഒരു മുന്നോട്ടുള്ള ഒരു വഴി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ ഒരു വോക്കലോണിന്റെ ഒരു ആ ഒരു ടൈറ്റിൽ തന്നെയാണ് ഈ ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. Then the poem's themes and imaginary resonate deeply, inviting readers to embark their own introspective walks. അല്ലെ, നമ്മളിലോട്ട് തന്നെയുള്ള ഒരു യാത്ര, നമ്മളിലോട്ട് തന്നെയുള്ള ഒരു നടത്തത്തെ ഇതിൽ ഉദ്ദേശിച്ച ഇമാജിനറിയും തീംസ് ഒക്കെ റെപ്രസെന്റ് നമ്മളെ ഇതിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. The visual imaginary ഡാർക്ക് റോഡ് സിംബലൈസസ് അൺസർട്ടി ആംബിഗ്വിറ്റി. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഡാർക്ക് റോഡ് എന്തിനൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത് എന്ന്. അതുപോലെ ഡാർക്ക്നെസ് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്, അൺനോൺ ചാലഞ്ചസിനെയും അൺക്ലിയർ പാത്തിനെയാണ് അല്ലെ, ഇരുട്ടാണ്, നമുക്ക് മുന്നിൽ കാണാത്ത ക്ലിയർ അല്ലാത്ത വഴികൾ അല്ലെ. ആൻഡ് ഓൾസോ റെപ്രസെന്റ് ദ ഇന്നർ സർക്കിൾസ് ബിറ്റ്വീൻ ദ ഹോപ്പ് ആൻഡ് ഡിസ്പെയർ. അല്ലെ, പ്രതീക്ഷയും നിരാശയും ഇടയിൽ നമുക്ക് മനുഷ്യർക്കുണ്ട്. പ്രതീക്ഷയുടെയും നിരാശയുടെ ഇടയിൽ കിടന്നിട്ടുണ്ട് ഒരു കോൺഫ്ലിക്റ്റ് ആവലും. ആ കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ കവിതകൾ നമ്മളെപ്പോ വായിക്കുമ്പോഴും കവി ഉദ്ദേശിച്ച മീനിങ്ങും കവികളുടെ ഇടയിലൂടെ നമുക്ക് കുറച്ച് മീനിങ് കൂടെ വായിക്കാം. വരികളുടെ മീനിങ് ഉണ്ട്, കവിതയുടെ ഇത് ഒരു പോം നമ്മൾ വായിക്കുമ്പോൾ 3 രീതിയിലാണ്. ഒന്ന്, പോയറ്റ് ഉദ്ദേശിച്ച കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. 2, വരികളുടെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. 3, വരികൾക്ക് ഇടയിലൂടെയുള്ള മീനിങ്. നമുക്ക് ഏത് തലത്തിലും കവിതയെ നമുക്ക് വർണ്ണിച്ചെഴുതാനുള്ള റൈറ്റ്സ് റീഡേഴ്സിനുണ്ട്. പക്ഷേ എഴുതുമ്പോ കവി ഉദ്ദേശത്തിൽ നിന്നും ഒരുപാട് അകലെ ആവരുത്. കവി ഉദ്ദേശിച്ച മെസ്സേജിൽ നിന്നും ഒരുപാട് ദൂരത്തേക്ക് പോവാതെ നമുക്ക് എന്ത് വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ള ഒരു കഴിവുണ്ട്. അത് നമുക്ക് ഈ അപ്രിസിയേഷനിലോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, തീമിന് അധികം മറികടന്ന് പോവാത്ത രീതിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. വരികളൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്തത് another visual imaginary is crush the thorns in your path with your bleeding feet. അല്ലെ, അതൊരു വിഷ്വൽ ഇമാജിനറി ആണ് അല്ലെ. നമ്മുടെ മുന്നിലുള്ള മുള്ളുകളൊക്കെ ഇങ്ങനെ ബ്ലീഡിങ് ഫീറ്റ് കൊണ്ട് ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോവുക. ആൻഡ് വാക്ക് അഹെഡ് അലോൺ, എന്നിട്ട് ഇങ്ങനെ തനിയെ മുന്നോട്ട് പോവുക. ഇൻ ദ ഓഡിറ്ററി ഇമേജസ്, ഇനി ഓഡിറ്ററി നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഇമേജസുകളുണ്ട്. ഡാർക്ക്, സ്റ്റോമി, റൈനിങ് നൈറ്റ് അല്ലെ. ഡാർക്ക് നമുക്ക് ഓഡിറ്ററി ഇമേജസ് അല്ല കേട്ടോ. സ്റ്റോമി, റൈനിങ് നൈറ്റ് ഒക്കെ നമുക്ക് കഴിയും, മഴ പെയ്യുന്ന രാത്രിയൊക്കെ. ദർ ഇസ് എ വിവിഡ് സൗണ്ട്സ്കേപ്പ് എൻഗേജിങ് ബിസിനസ് ഇമാജിനേഷൻ അല്ലെ, നമുക്ക് വേറെ ലെവലിലോട്ട് ഇമാജിനേഷനിലോട്ട് കൊണ്ടുപോകും നമ്മളിതൊക്കെ. ദെൻ the rumbling sound of the thunder and the howling sound of the wind suggest turmoil and chaos. Turmoil and chaos ഞാൻ പറഞ്ഞു, സ്ട്രഗിൾസും കലാപങ്ങളും ഒക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് ഈ ടർമോയിൽ ആൻഡ് കോയോസ് എന്ന് പറയാം അല്ലെ. മനുഷ്യന്റെ മനസ്സിൽ വരുന്ന കോൺഫ്ലിക്റ്റും അതുപോലെ കലാപം, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. ഇതൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മളെ ഇടിമിന്നലിന്റെ ഇടിയുടെ ഒക്കെ സൗണ്ടും അതേപോലെ വിൻഡിന്റെ ഒക്കെ ചൂളമടിക്കുന്ന ശബ്ദമൊക്കെ ഉള്ള അതൊക്കെ കേട്ടോ. The flame from a roaring lightning is a powerful and evocative description. അതും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇത് തരുന്നുണ്ട്. The nature imaginary in the poem points to inner guidance and illumination. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഗൈഡൻസും മോട്ടിവേഷനും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. The poetic device is called the alliteration adds to the beauty of the poem. അല്ലെ, ഇനി പോയത്തെ മനോഹരമാക്കുന്നുണ്ട് alliteration എന്ന് പറയുന്നത്. Oh my helpless one repeated many times in the poem. Helpless one എന്ന് പറയുന്ന അലഫോറ 2-3 തവണ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. This kind of repetition called അലഫോറ എന്നാണ് ഇതിന് പറയുന്നത്. Enhance the musical and thematical effect of the poem. ഇത് നമുക്ക് മ്യൂസിക്കൽ ആൻഡ് തെമാറ്റിക്കൽ എഫക്റ്റ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്രീസിയേഷൻ തരുമ്പോൾ നിങ്ങൾ
ഇത് ഒരു നല്ല പോലെ ചാപ്റ്റർ പോം കേൾക്കുമ്പോൾ നമ്മൾ പോയറ്റിക് ഡിവൈസസ് പറയും. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോഴും പോയറ്റിക് ഡിവൈസസ് പറയുന്നുണ്ട്. അതിനുശേഷം ആക്ടിവിറ്റിയിൽ നമ്മൾ പോയറ്റിക് ഡിവൈസസ് പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് നമ്മൾ അപ്രിസിയേഷനിൽ എത്തുമ്പോൾ നമുക്ക് പോയറ്റിക് ഡിവൈസസ് കാണാതെ അറിയണം. അത് ഒറ്റയടിക്ക് വന്ന് അപ്രിസിയേഷൻ കാണുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും പോയറ്റിക് ഡിവൈസസ് കിട്ടില്ല. ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? പോം നന്നായിട്ട് കേൾക്കുക. കവിത നന്നായിട്ട് കേൾക്കുമ്പോൾ കുറച്ച് പോയറ്റിക് ഡിവൈസസ് നമ്മുടെ തലയിൽ ഉള്ളിലോട്ട് കയറും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും അതിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ പോയറ്റിക് ഡിവൈസസ് നമ്മുടെ മൈൻഡിലോട്ട് കയറും. അതിനുശേഷം നമ്മൾ അതിന്റെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആക്ടിവിറ്റിയിൽ പോയറ്റിക് ഡിവൈസസ് വരുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടെ കയറും. എല്ലാം കഴിഞ്ഞ് അപ്രിസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പോയറ്റിക് ഡിവൈസസ്, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് പോയറ്റിക് ഡിവൈസസ് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ ഒക്കെ നമ്മൾ കടന്നു വരുന്നുണ്ട്. ഈ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വർക്കുകളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അപ്രിസിയേഷനിൽ എത്തുമ്പോൾ ആ കുട്ടിക്ക് പോയറ്റിക് ഡിവൈസസ് ആ ചാപ്റ്ററിന്റെ കാണാതെ അറിയും. ഓക്കെ, അപ്പൊ അഥവാ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ ഒന്നല്ല നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് പോയറ്റിക് ഡിവൈസസ് പഠിക്കണം കേട്ടോ. ദെൻ dark road, journey, thorns, bleeding feet and lightning are examples of symbols and make the poem more impressive. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. തോൺസും ബോർഡിംഗ് ഫീറ്റും ലൈറ്റനിങ്ങും ഒക്കെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോമിനെ ഒരു വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. The life journeys are dark road, thorns are life's challenges, bleeding feet, suffering, sacrifice of life. അല്ലെ, സഫറിങ്ങും സാക്രിഫൈസും ഒക്കെയാണ് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. There are appealing metaphors in the poem. അല്ലെ, മെറ്റാഫർ യൂസ് ചെയ്തിട്ടുണ്ട്. And joins you on and fire and aspire, exhibit the assonance, increase the musical effect. അല്ലെ, repetition of assonance, repetition of vowel sound വരുന്ന assonance വരുന്നുണ്ട്. അത് മനോഹരമാക്കുന്നുണ്ട്. Then the expression roaring lightning is a vivid representation of the personification. അല്ലെ, പേഴ്സണിഫിക്കേഷന്റെ അല്ലെ റോറിംഗ് ലൈറ്റനിങ് അല്ലെ, അലറുന്ന ലൈറ്റനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇടിമിന്നൽ. അല്ലെ, ഇടിമിന്നൽ അലറും. അപ്പൊ അതെന്താണ്? ഒരു പേഴ്സണിഫിക്കേഷനും കൂടിയാണ് കേട്ടോ. ദെൻ ഇത് നമ്മൾ പോയറ്റിക് ഡിവൈസസിന്റെ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ ടാഗേഴ്സ് മാസ്റ്റർഫുൾ യൂസ് ഓഫ് പോയറ്റിക് ഡിവൈസസ് ആൻഡ് ലിറ്റററി ടെക്നിക് എൻഹാൻസ്. അല്ലെ, അദ്ദേഹത്തിന് വളരെ കഴിവറ്റ, അദ്ദേഹത്തിന് വളരെ സ്കിൻഫുൾ ആയിട്ടുള്ള ഈ പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ, ആ ഒരു കഴിവ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോയം വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ലെ, and the techniques enhance the serene and the contemplative spirit of the poem. അല്ലെ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പോയറ്റിക് ഡിവൈസസ് അദ്ദേഹം യൂസ് ചെയ്ത് തന്നെയാണ് ഈ പോമിനെ മനോഹരമാക്കുന്നതും. ഈ പോമിന് അദ്ദേഹം ഉദ്ദേശിച്ച സാധനം ഉണ്ടല്ലോ അത് നമ്മളിലോട്ട് എത്തുന്നത് എന്തുകൊണ്ടാ? ഈ ഇമേജുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോം വായിക്കുമ്പോൾ ഒരു പിക്ചർ നമ്മുടെ മുമ്പിൽ വരില്ല. അങ്ങനെ പിക്ചറുകളും ഓഡിറ്ററി ഇമേജുകളും ഫീലിങ്സും അല്ലെ, നമ്മുടെ ചോര തിളക്കുന്ന പോലെയുള്ള ഫീലിങ്സ് അല്ലെ, നമ്മുടെ സ്കിൻ ഫീലിങ്സ്, ടാക്റ്റിൽ ഫീലിങ്സ്, ഇമാജിനറി, ഇതെല്ലാം കൂടെ അങ്ങനെ നമ്മളിലോട്ട് കിട്ടുന്നോണ്ടാണ് നമുക്ക് ഈ പോം ഇത്ര ആയത്തിൽ നമുക്ക് ഉള്ളിലോട്ട് എത്തുന്നത്. അപ്പൊ അത് ആരുടെ കഴിവ് തന്നെയാണ്? നമ്മുടെ പോയറ്റിന്റെ കഴിവ് തന്നെയാണ്. അദ്ദേഹം യൂസ് ചെയ്ത പോയറ്റിക് ഡിവൈസസിന്റെ കഴിവുകളാണ്. അല്ലെ, അപ്പൊ അത് പോയറ്റിക് ഡിവൈസസ് നിർബന്ധമായിട്ട് നമ്മളിതിൽ പറയണം. ഓക്കെ, അപ്പോ പറഞ്ഞതുപോലെ അപ്രിസിയേഷൻ 2 തവണ വന്നിട്ടുണ്ട്. ഓൾറെഡി പോം എടുത്തവ തമ്മിലും വന്നിട്ടുണ്ട്. ഓൾറെഡി ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ആക്ടിവിറ്റി 6. The poem Walk Alone motivates us to face the challenges of the life courageously. Listen to the poem Invictus by W.E. Hanley. അല്ലെ, W.E. ഹാൻലെയുടെ ഇൻവിക്ടസ് എന്ന് പറയുന്ന പോമും നമ്മുടെ വോക്ക് അലോൺ എന്ന് പറയുന്ന പോമും എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ പോം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഓൺലൈനിലൊക്കെ കിട്ടും അല്ലെ, അടിച്ചു നോക്കി ഒറ്റ ഇപ്പൊ ഇക്കാലത്ത് അതിനൊന്നും ഒരു പണിയില്ലല്ലേ മക്കളെ. W.E. ഹാൻലി ഇൻവിക്ടസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരില്ലേ? പോയി അടിക്കുക കേട്ടോ, സൈറ്റിലൊക്കെ അടിച്ചു നോക്കാം. Examine the theme of the poem and attempt the thematical comparison of the 2 poems. ഈ 2 പോമിന്റെയും തീം നിങ്ങൾ കമ്പയർ ചെയ്യുക. താരതമ്യ കുറിപ്പ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. 2 പോമിന്റെയും തീം ഏകദേശം ഇങ്ങനെ പോകും അല്ലെ, അതുകൊണ്ടാണല്ലോ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് 2 തമ്മിലൊന്ന് കമ്പയർ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അപ്പൊ നിങ്ങൾ പോം ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ, നമ്മുടെ ഇൻവിക്ടസ് എന്ന് പറയുന്ന പോം ഇവിടെ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ദെൻ ആൻസർ നോക്കാം. ബോത്ത് പോംസ് വോക്ക് അലോൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ, ഇൻവിക്ടസ് ബൈ W.E. ഹാൻലി. ഇത് രണ്ടും തന്നെ നമുക്ക് എന്താണ് തരുന്നത്? ഇൻസ്പയർ റീഡേഴ്സ് ടു ടാപ്പ് ഇൻ ടു ദ ഇന്നർ സ്ട്രെങ്ത് അല്ലെ, നമ്മുടെ ഉള്ളില് ഇന്നർ സ്ട്രെങ്ത്തിൽ അങ്ങോട്ട് കൊട്ടി വിളിച്ചുകൊണ്ടിരുന്ന രീതിയിലോട്ടുള്ള എന്താണ് ഒരു മോട്ടിവേഷൻ ആണ് നമുക്ക് 2 ഇതിലൂടെ തരുന്നത് കേട്ടോ. വോക്ക് അലോൺ ഓഫേഴ്സ് ഹോപ്പ് ത്രൂ സെൽഫ് ഡിസ്കവറി അല്ലെ. വോക്ക് അലോൺ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. എങ്ങനെ?
ത്രൂ സെൽഫ് ഡിസ്കവർ, നമ്മളിലൂടെ കണ്ടെത്തി, നമ്മൾ സ്വയം എന്ത് ചെയ്യാണ്, ഡിസ്കവർ ചെയ്യാണ്, നമ്മൾ സ്വയം കണ്ടെത്തുക, നമ്മളിൽ നമ്മളെ തന്നെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വയം കണ്ടെത്തുന്ന ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് അല്ലെ, അതിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഹോപ്പ് ഒക്കെയാണ് ഈ വോക്കലോൺ തരുന്നത്. ഇൻവിക്ടസ് അഫേം ചെയ്യുന്നത് എന്താണ്, ഇൻവിക്ടസ് കൺഫേം ചെയ്യുന്നത് എന്താണ്, സ്ട്രോങ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, സ്പീക്കേഴ്സ് ഡിറ്റർമിനേഷൻ ടു ഓവർകം അല്ലെ. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തീരുമാനങ്ങൾ അല്ലെ, സ്ട്രോങ് ഡിറ്റർമിനേഷൻ, തീരുമാനങ്ങൾ എടുക്കുക അല്ലെ, നമ്മൾ സ്ട്രോങ് ഡിറ്റർമിനേഷൻ എടുക്കുക ടു ഓവർകം ചെയ്യാൻ. ക്ലിയർ ആണോ? വാക്ക് അലോൺ അഡ്വക്കേറ്റ്സ് ദ കറേജസ് ഇൻ സോളിറ്റ്യൂഡ് അല്ലെ, ഏകാന്തമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് കറേജസ് തരുന്നുണ്ട്. ഇൻവിക്ടേഴ്സ് എംബേർഡ്സ് ദ കറേജസ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. ഇൻവിക്ടേഴ്സ് എന്താണ് ചെയ്യുന്നത്, അപ്പോ ദ കറേജ് ഇൻ സോളിറ്റ്യൂഡ് ആണെങ്കിൽ ദ ഫേസ് ഓഫ് ദ അഡ്വേഴ്സിറ്റി ആണ്, പ്രതികൂലമായ അവസ്ഥയെ നമ്മൾ ഫേസ് ചെയ്യാനുള്ള ധൈര്യം. വാക്ക് അലോൺ urges listeners to trust their inner land അല്ലെ. വാക്ക് അലോൺ എന്ത് പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്ന ആളുകളോട്, ഐ മീൻ നമ്മളോട് എന്ത് പറയുന്നുണ്ട്, ട്രസ്റ്റ്, വിശ്വസിക്കുക, their own inner light, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത്തിൽ, നിങ്ങളുടെ ഉള്ളിലുള്ള പവറിനെ നിങ്ങൾ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. ഇൻവിക്ടസ് എന്താ ആ സമയത്ത് പറയുന്നത് നോക്കിയേ, അത് ഡിക്ലെയർ ചെയ്യുന്നത് സ്പീക്കേഴ്സ് സോൾ അൺകോൺക്യൂറബിൾ. അൺകോൺക്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഈ അൺക്യൂറബിൾ എന്നൊക്കെ പറഞ്ഞാൽ, അൺകോൺക്യൂറബിൾ എന്ന് പറഞ്ഞാല്, അൺകോൺക്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിടിച്ചു കെട്ടാൻ പറ്റാത്തത് എന്നൊക്കെ പറയില്ലേ, ഒരാളെ കൺട്രോൾ ചെയ്താൽ കിട്ടാത്തത് അല്ലെ, നമ്മളെ കൊണ്ട് പിടിച്ചു കെട്ടാൻ സാധിക്കാത്തത് എന്നൊക്കെ പറയുന്നത് അല്ലെ, നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ, നമ്മളെ കൊണ്ട് പിടിച്ച് നിർത്താൻ കഴിയാത്ത ഒന്നൊക്കെ പറയില്ലേ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ദെൻ വാക്ക് അലോൺ എൻകറേജസ് പ്രിസർവൻസ് ത്രൂ ദ ലൈഫ് ചാലഞ്ചസ് അല്ലെ. വാക്ക് അലോൺ നമ്മളെ എന്തിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചുകളെ അല്ലേ, നമ്മുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചുകൾ ഫേസ് ചെയ്യും അല്ലേ, ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് ചലഞ്ചുകളൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. ഈ ചലഞ്ചുകളെ എന്തിലൂടെ, സ്ഥിരോത്സാഹത്തിലൂടെ ഇതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഇൻവിക്ടേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതെന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അപ്പോ സ്പീക്കേഴ്സ് അൺബ്രോക്കൺ സ്പിരിറ്റ് അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള അൺബ്രോക്കൺ ആയിട്ടുള്ള സ്പിരിറ്റ് ഡിസ്പൈറ്റ് ദ അഡ്വേഴ്സിറ്റി, പ്രതികൂലമായിട്ടുള്ള നമുക്ക് പ്രതികൂലമല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട്, നിരസിച്ചുകൊണ്ട്, തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത്. അതന്നെ ഇപ്പൊ സംഗതി പറയുകയാണെങ്കിൽ രണ്ടിനും എന്തുതന്നെയാണ്, ഒരേ തീം തന്നെയാണ് വരുന്നത്. ഈ രണ്ട് പോയിന്റുകളും പറഞ്ഞു വെക്കുന്നത് ഒരേ തീം തന്നെയാണ് അല്ലെ. നോക്കാം. ദെൻ വാക്ക് അലോൺ എംഫസൈസ്, വാക്ക് അലോൺ ഇനി എന്തിനാണ് ഊന്നൽ നൽകി പറയുന്നത് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ആൻഡ് ദ സെൽഫ് ഗൈഡൻസ് അല്ലെ. എപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളിലോട്ട് തന്നെ നോക്കാൻ, ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്, ഓരോരുത്തർക്കും എന്തുണ്ട്, സ്ട്രെങ്ത്, നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്, പവർ ഉണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാം അല്ലെ, അതാണ് ഇവിടെ നമ്മുടെ പോയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സെൽഫ് ഗൈഡൻസ് ഉണ്ട്, നമുക്ക് ഗൈഡൻസ് തരാൻ പുറത്തുനിന്ന് എനിക്ക് ഗൈഡൻസ് തരാൻ ആരില്ല, എനിക്ക് ഉപദേശം തരാൻ ആരില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ സ്വയം ഒരു ഗൈഡൻസ്, നമ്മളെ സ്വയം ഗൈഡ് ചെയ്തും നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് പോയിട്ട് പറയുന്നത്. ഇൻവിക്ടേഴ്സ് അസേർട്ട് ദ സ്പീക്കർ, ഇൻവിക്ടേഴ്സ് ഇവിടെ ഊന്നൽ നൽകി പറയുന്നത് സ്പീക്കേഴ്സ് ഓട്ടോണമി ആൻഡ് ദ കൺട്രോൾ ഓവർ ദെയർ അല്ലെ, നമ്മളിലെ ഒരു സ്വയം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, അതാണ് ഈ ഓട്ടോണമി അല്ലെ, സ്വയം അധീനത്വം വഹിക്കുക, സ്വയം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. ആൻഡ് ദ കൺട്രോൾ ഓവർ ദെയർ ഫൈറ്റ്, അവരുടെ വിധിയെ, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ, വിധിയെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ്, ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രയുമാണ് കേട്ടോ ഇത് രണ്ടിന്റെയും തീം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കമ്പാരിസൺ ആണ് കേട്ടോ, ഇതിലും സിമ്പിൾ ആയിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം രണ്ടിന്റെയും രണ്ടും തമ്മിൽ ഓരോ ഇതിന്റെയും സാഹചര്യങ്ങളും സിമ്പിൾ ആയിട്ട് കമ്പയർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റീസ് തീരുന്നില്ല മക്കളെ, ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.